എന്തായാലും ആള് ഭാഗ്യം ചെയ്തവനാ. ഇത്രയും എന്തായാലും ചെറുക്കാൻ ദാസന്റെ സഹായത്തോടെ ആണെങ്കിലും ഇത്രയും മെനയായിട്ടൊരു കല്യാണം എല്ലാം പടച്ചോന്റെ കൃപയാണ് ലോന. ആണുങ്ങള് പെമ്പിള്ളാരെ കെട്ടിക്കും, കണ്ട് അസൂയപ്പെട്ടോണ്ടിരുന്നു. ദേ നമ്മുടെ വീട്ടിൽ വന്ന് വളർന്നു വരുന്നുണ്ട്. എടി അന്നമ്മേ, വാഴീനെ ദൈവം വഴിയും കാണിച്ചു തരും, നീ വെപ്രാളപ്പെടാതെ. എന്താ സാറേ? ഈ വീട് ഒന്ന് പരിശോധിക്കണം. ഈ വീടോ? എന്തിന്? ഇതിനകം ഒന്ന് പരിശോധിക്കണം. അകത്ത് പെണ്ണുങ്ങളുണ്ട്. മറിയിക്കാൻ പറയും. അങ്ങോട്ട് മാറുന്നു. കല്യാണ ദിവസമായതുകൊണ്ട് ഇന്നിവിടെ എന്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഭദ്രമാണെന്ന് കരുതിയല്ലേ? നടക്കൂ. നീ വിഷമിക്കാൻ സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരെന്നെ ഒന്നും ചെയ്യില്ല. കഴിയാതെ നടക്ക. ചതിവായി പോയി ദാസം കുഞ്ഞെ. എന്നോട് ഇത് വേണ്ടായിരുന്നു. ആണും പെണ്ണും പൊന്നുമായിട്ട് എനിക്ക് ആകെയുള്ളത് എന്റെ നസ്യമയാണ്. കുഞ്ഞ് മുൻകൈ എടുത്ത് കല്യാണം നടത്തുന്നത് ഇതിനായിരുന്നോ? മൂപ്പ വലിയ മുതലല്ലേ ഉണ്ടായിരുന്നു, ഇത് സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ വന്ന ദാസകുഞ്ഞിന് ഈ പാവത്തിന്റെ കണ്ണീര് മനസ്സിലാകത്തില്ല. മൂപ്പ ഞാൻ തെറ്റോ ശരിയോ നോക്കാണ്ട് ഈ കൊണ്ട് കൊല്ലം മുഴുവൻ എന്റെ ജീവൻ വളയം വെച്ച് ഈ പണിക്ക് പോയത് എന്റെ വാക്ക് വേണ്ടിയാണ്. ഓളുടെ നിക്കാവിന്റെ അന്ന് പുതിയാപ്പിളെ പോലീസ് സെർച്ച് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ഈ ചതി സഹിക്കാൻ നിൽക്കരുത് ദാസം കുഞ്ഞെ. മൂപ്പ ഞാൻ പറയുന്നത് കേൾക്കും. അബു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ആരും ഉപദ്രവിക്കുമില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഞാൻ അവനെ ഇറക്കിക്കൊണ്ടുവരും. മൂപ്പ ധൈര്യമായിട്ട് പൊക്കോളൂ. എന്റെ മോടെ കണ്ണീര് കാണുമ്പോ ഞാനല്ലേ പറയുന്നത്, പൊക്കോളൂ. ചന്ദ്രു, ചന്ദ്രയുടെ ഇവിടില്ല. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് ആരാണ്? എനിക്കറിയില്ല. നിനക്കറിയില്ല? ഇല്ല. അറിയില്ലേ? ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? എനിക്കറിയില്ല. ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത അബുവിനെ വിട്ടേക്കണം. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിനാണ്. കരുതി കൂട്ടി ആ പാവത്തെ കൊടുക്കാൻ വേണ്ടി. ശരിയാണോ ചാർലി? പറ. അതെ. എന്തിനു വേണ്ടി? ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട്. ഞാനോ? അതെ. യു ബ്ലഡി ബ്രോത്തനാദാസ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്വീകരിക്കുന്ന പോലെ തന്നെ ചാർലിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഇൻസ്പെക്ടർ, ഒരിക്കലും. കാരണം അത് സത്യമല്ല. തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ? അബുവിന്റെ വീട്ടിൽ മാത്രമല്ല, വേറെ എവിടെയൊക്കെ നിങ്ങൾ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇമ്പോസിബിൾ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞാൻ അവകാശപ്പെടാറുള്ളൂ. തുളസി. മിസ്റ്റർ താരാദാസ് പ്ലീസ് വരൂ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. സത്യമേത് അസത്യമേതെന്ന് അപ്പോഴറിയാമല്ലോ.
വെൽ മിസ്റ്റർ താരാദാസ്, നിങ്ങളുടെ അറിവോട് കൂടിയായാലും അല്ലെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തേ മതിയാവും. ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ ഇപ്പോഴും നിഷേധിച്ചാൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാമെന്നല്ലാതെ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ ഇൻസ്പെക്ടർ? അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടാൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവങ്ങളും അബുവും അകത്താവും. നോ ഇൻസ്പെക്ടർ, ഞാനത് അനുവദിക്കില്ല. ഞാൻ സമ്മതിക്കുന്നു, അബുവിന്റെ വീട്ടിലും ഇവിടെ ഈ ചായക്കടയിലുമെല്ലാം സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഞാനാണ്. ഇവർക്കിതിൽ യാതൊരു പങ്കുമില്ല. പറയുന്നതിന്റെ കോൺസിക്വൻസസ് മനസ്സിലായിക്കൊണ്ടാണോ നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്? ഡെഫിനറ്റ്ലി. ഒരക്ഷരം പോലും വിടാതെ ഞാനിത് എവിടെ ആവർത്തിക്കാം. പക്ഷേ ഇവരെ കസ്റ്റഡി എടുക്കരുത്, അബുവിനെ വിട്ടേക്കണം പ്ലീസ്. ഇൻസ്പെക്ടർ സാറേ, ദാസം കുഞ്ഞല്ല, ഞാനാ ഇതൊക്കെ ചെയ്തത്. ഞാനാണ്. ഇല്ല സർ, ഞാനാണ്. ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ്. ഞാനാണ് സാർ. ഞാനാണ് സാർ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം തന്നെ ധാരാളമാണ്. പക്ഷേ നിങ്ങളുടെ ബലിയാടുകളാക്കി എനിക്ക് രക്ഷപ്പെടണം. ഇൻസ്പെക്ടർ, എന്നെ കസ്റ്റഡിയിലെടുക്കും. മിസ്റ്റർ താരാദാസ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ കുറ്റവാളി നിങ്ങളാണ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ സ്വീകരിക്കുന്നു. Come on. ആ ദാസൻ കയറി സ്വയം പിടികൊടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോയനെ ചന്ദ്. പോടാ, ദാസന്റെ വലിപ്പം കൊണ്ടെന്ന് വരാൻ നീ രക്ഷപ്പെട്ടത് തുളസിയുടെ മിടുക്ക് കൊണ്ടാണ്. അത് നേരാണ്. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ദാസനെ പിടികിട്ടിയതോടെ ഇനി അവന്മാരുടെ നോട്ടപ്പുള്ളികൾ നമ്മളാവും. വല വീശാൻ തുടങ്ങുന്നതിന് മുമ്പേ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. പക്ഷെ അതെങ്ങനെ സാധിക്കും? ചാർലി, ഞാൻ ഈ രംഗത്ത് വന്നത് കുറച്ച് വൈകിയാണെങ്കിലും താരാശങ്കന്റെ മകനാണ് ഞാനെന്ന് നീ മറന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് പത്തേമാരി വരും. എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങോട്ട് മാറ്റണം. നാളെ നമ്മളിവിടം വിടുന്നു. പക്ഷെ പോലീസുകാരെങ്ങനെ ഇതറിഞ്ഞു വന്നാൽ? പോടാ, ഒന്നും കാണാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. പത്തേമാരി കാഴ്ചവട്ടത്തിൽ നിന്ന് മറയുന്നത് വരെ പോലീസുകാരുടെ ശ്രദ്ധ നമ്മൾ നിന്ന് അകറ്റിയെടുത്താൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. കൊച്ചിയിലേക്ക് പോകാനായി ദാസനെ വൈകിട്ട് ജീപ്പിൽ കൊണ്ടുപോകും. പക്ഷേ ദാസൻ കൊച്ചിയിലെത്തില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അവർ സാധനങ്ങളെല്ലാം പത്തേമാരിൽ കയറ്റി കഴിയുക. ഞാനവിടെ ഉണ്ടാവും. ആ സമയത്ത് അവിടെ എത്തിയാൽ എല്ലാം ചേർത്ത് ഒരുമിച്ച് അവരൊക്കെ കിടക്കാം. ദാസം കുഞ്ഞും കൂടെ ഇല്ലാണ്ടായാൽ നമ്മൾ ആകെ തകർന്നു പോകും. ഇതാ ചന്ദ്രനും ചാർലയും കൂടി ഒപ്പിച്ച പണിയാ. നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. നമുക്ക് വേണ്ടിയാ ദാസേട്ടൻ പിടികൊടുത്തത്. അതെ. അബുവിനെ വിട്ടല്ല. ദാസേട്ടനെ വൈകിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. ജീപ്പിലാ കൊണ്ടുപോകുന്നത്. എന്നെ വിട്ടയക്കുമ്പോൾ അടുത്ത മുറിയിൽ അവർ പറയുന്നത് കേട്ടതാ. ഇത് പറ്റിയ അവസരമാണ്. ദാസേട്ടനെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വണ്ടി തടയണം. വണ്ടിയുമായി ഞാനാ നേരത്തെ അവിടെ എത്താം. എങ്ങനെ നമുക്ക് ദാസം കുഞ്ഞിനെ രക്ഷപ്പെടുത്താം? വരൂ. പത്തേമാരിയിൽ അവരെല്ലാ സാധനങ്ങളും കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അവരെ പണയാവും. യെസ്. എന്ത്? ആളുകൾ ജീപ്പ് പറഞ്ഞോ? എവിടെ? ഞാനിതാ വരുന്നു.